ചില സൗഹൃദങ്ങൾ നമുക്ക് എത്ര ഇങ്ങോട്ട് തട്ടിക്കളഞ്ഞാലും അതങ്ങോട്ട് പോവാണ്ട് പറ്റി പിടിച്ച് നിൽക്കും. അതുപോലെ ഒരു സൗഹൃദത്തിൻ്റെ ഉള്ളിലേക്കാണ് ഇന്ന് ഞാൻ കടന്നു ചെല്ലുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ചെറിയൊരു ഡിന്നർ പാർട്ടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ അവിടെ പോയിട്ട് നൈറ്റിൽ ഡിന്നറിന് ചിക്കനും അതുപോലെ തന്നെ പൊറോട്ടയാണ് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഭാര്യമാർക്കൊക്കെ റെസ്റ്റാണ്. ഭർത്താക്കന്മാരുടെ വകയാണ് ഇന്നത്തെ ചിക്കൻ കറി. ഇപ്പം പോലെയാണ് അവർ ഓരോരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്യാൻ അറിയുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര അതിശയാണ് തോന്നുന്നത് കേട്ടോ. വിറകടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ ചിരട്ടൊക്കെ വെച്ചിട്ട് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ വിദ്യകളും ടിപ്സൊക്കെ കാണാനായിട്ട് പറ്റി. ഒരു സൈഡിൽ സവോള ഇങ്ങനെ കുനുകുനാന്നരിയുന്നുണ്ട്, ഒരു സൈഡിൽ പുകച്ചു കൂട്ടുന്നുണ്ടായിരുന്നു ഞങ്ങൾ പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളവിടെ കൺട്രോൾ ചെയ്തിരുന്നു. ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം അവർക്ക് വന്നില്ല. അവരിതാ ചിക്കൻ കറി നല്ല അസാധ്യമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടുപോയി കഴിക്കാനായിട്ട്. അപ്പോൾ പിള്ളേരും ഒരുപാട് എക്സൈറ്റഡ് ആയിരുന്നു. ഈ ഒരു ദിവസം എല്ലാവരും ഹാപ്പി ആയിരുന്നു, നന്നായിട്ട് കളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ഇതുപോലെ കൂടണമെന്നുണ്ടെങ്കിൽ വീണ്ടും 1-2 വർഷം കഴിയണം. ഏകദേശം സമയം 8:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. പിള്ളേർക്ക് ആ ചിക്കൻ കറിയുടെ മണടിച്ചിട്ടാന്ന് തോന്നുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിശന്നു. അപ്പോൾ ആദ്യം തന്നെ പിള്ളേർക്കാണ് കൊടുത്തത്. പൊറോട്ടയും ചിക്കൻ കറിയും കൂടി കൊടുത്തു. അതൊക്കെ പണി പാളെന്ന് വിചാരിച്ച ചിക്കൻ കറി അവസാനമായപ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അവസാനം ചിക്കൻ കറി തേയാണ്ട് വരെ വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അവസാനമായപ്പോഴേക്കും ചേട്ടന്മാരെല്ലാവരും കൂടിയിട്ട് ഈ ഒരു ഉരുളിയിലിട്ടിട്ടാണ് പൊറോട്ട ഒക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു നൈറ്റ് ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ ചിക്കൻ കറി വെച്ച ഉരുളൊക്കെ ചേട്ടന്മാരെല്ലാവരും കൂടി കഴുകിയിട്ടാണ് പോകുന്നത് കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, ഓ ഇത്രയും നന്നായിട്ട് നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ പണിയെടുക്കും എന്നുള്ളത്.